അന്യാരാജന്റെ കുൽസിതമാണ്. ഇത് ഒരുപാട് പേര് എടുത്തു വെച്ച് ചെയ്ത സബ്ജക്റ്റാണ്. ഞാനിത് എടുക്കാനുള്ള ഒരു റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ടല്ലോ, എപ്പോഴും ഒന്നും ഉണ്ടാകത്തില്ല. ചെറിയ പ്രായത്തിൽ നല്ല മെലിഞ്ഞിട്ടായിരിക്കും. മിക്കവാറും ആൾക്കാർക്ക് അങ്ങനെ തന്നെയാണ്, മെലിഞ്ഞിട്ടായിരിക്കും. ഹെൽത്തി ആയ ഒരു ബോഡി ഏതെന്ന് ചോദിച്ചാൽ നല്ല മെലിഞ്ഞിരിക്കുന്ന ബോഡി എന്ന് തന്നെ ഞാൻ പറയും. ഒത്തിരി മെലിഞ്ഞല്ല കേട്ടോ, ഒരു ആവറേജ്. പിന്നീട് കാലപ്പോക്കിൽ നമ്മൾ വിവാഹം കഴിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. ഇനി അതല്ലെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം, നമ്മൾ കഴിക്കുന്ന സ്റ്റിറോയിഡിനെ ബേസ് ചെയ്ത് നമ്മുടെ ശരീരം വണ്ണം വെക്കാൻ ഇതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വണ്ണം വെക്കുക എന്ന് പറയുന്ന ഒരു അസുഖ രീതിയാണ്. അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പല ആണുങ്ങൾക്കും ഈ തടിച്ച ശരീരത്തിനോടൊരു പ്രത്യേക താല്പര്യമാണ്. എന്തിനാണ് അതങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്റ്റേജ് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വണ്ണമുള്ള ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഒരാൾ ആഗ്രഹിച്ച് വണ്ണം വെക്കുന്നതുമല്ല, വണ്ണം വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്, അത് പ്രായോഗിക ബുദ്ധിമുട്ടെന്ന് മാത്രമല്ല, ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഒരുപാട് ഇടങ്ങളിൽ നമ്മൾ ആ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യും, ഇല്ലേ? പക്ഷെ വണ്ണം കൊണ്ട് സമ്പാദിക്കാം എന്ന് പഠിപ്പിച്ചെന്ന് 2 വ്യക്തികളാണ് കേരളത്തിലുള്ളത്. 2 വെച്ച് കെട്ടുകൊണ്ടും സമ്പാദിക്കാം എന്നുള്ളത്. ഹണി റോസ് 100% വെച്ച് കെട്ടാണ്, ഫ്രണ്ടും ബാക്കും ഒക്കെ വെച്ച് കെട്ടാണ്. ഇപ്പോഴത്തെ സ്റ്റൈൽ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാരി ഉടുക്കുക, ഒരു മിൽമ വെളിയിലിട്ടേക്കുക, ഒരു മിൽമ അകത്തിട്ടേക്കുക, എന്നിട്ട് സാരിയുടെ ആ തലപ്പ് കിടക്കുന്നില്ല. ഓൾറെഡി ഒരു സെക്സി ഡ്രസ്സാണ് സാരി. അതിന് ഓൾറെഡി നമ്മളെ വയറൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്യുന്ന കാണുന്ന ഒരു രീതിയുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചുകൂടെ എക്സ്പോസ് ആവുക എന്ന് പറയുമ്പോൾ എനിക്ക് പെൺകുട്ടികളുടെ ഒന്നും സൈക്കോളജി മനസ്സിലാകുന്നില്ല കേട്ടോ. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഈ നമ്മളൊരു കാണാനുള്ളൊരു പ്രോഡക്റ്റ് ആണോ? നമ്മളിങ്ങനെ സെക്സി ആയിട്ട്, ഇപ്പം നമ്മൾ അത്യാവശ്യം ഒരുങ്ങിയൊക്കെ നടക്കില്ലേ, കാണാനൊക്കെ ഭംഗിയുണ്ട്, അല്ലെങ്കിൽ ഉള്ള ഭംഗി കുറച്ചുകൂടെയൊക്കെ നമ്മളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ച് ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് ഇരിക്കുക, അതൊക്കെ ഓക്കെ. അത് അപ്പാർട്ട് ഫ്രം ദാറ്റ്, നമ്മുടെ ബോഡി പാർട്ട് എക്സ്പോസ് ചെയ്യുന്നതിൽ പെൺകുട്ടികൾ കാണിക്കുന്ന ഒരു ഉത്സാഹം, അതെന്തിനായിരിക്കും? ഞാൻ നല്ലൊരു മെറ്റീരിയലാണ്, സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഐ ആം എ വെരി ഗുഡ് മെറ്റീരിയൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി സെക്സ് ചെയ്യാം. മീൻസ് വെർബൽ റേപ്പ്, ഈ നോക്കി റേപ്പിന് എന്ത് പറയും? ആ റേപ്പ് തന്നെ, കണ്ണുകൊണ്ടുള്ള അത് വേണമെങ്കിൽ ചെയ്യാം. ഇനി അല്ലാതെ തന്നെ ഐ ആം പെർമിറ്റഡ്, ഗ്രാൻഡഡ്, എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടാം. അങ്ങനെയൊക്കെയല്ലേ ഈ പെൺകുട്ടികളുടെ മനസ്സിൽ? ഇതിനെ ഒരുതരം അഭിസാരികത്വം എന്ന് പറയത്തില്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകൊച്ചിനെ അറിയത്തില്ല അതിനെ അങ്ങനെയാണ് മറ്റുള്ളവർ കൺസേൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഷോയ്ക്കകത്ത് ഒത്തിരി നടിമാർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സംഭവം മെജോറിറ്റി ഓഫ് ദം അത്യാവശ്യം സെക്സി ലുക്കിലൊക്കെ വന്ന് അപ്പിയർ ചെയ്തവരാണ്. പ്രത്യേകിച്ച് ഉർവശിയൊക്കെ വെരി ബിഗിനിങ്ങിൽ തന്നെ അവർ പിന്നെ ഒരു വല്ലാത്തൊരു കുറച്ച് എക്സ്പോസ് ആവുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നാണ്. 13ാമത്തെ വയസ്സിലാണ് അവരത് ചെയ്തിട്ടുള്ളത്. പിന്നീട് അവർ ഗ്രാജുവലി അവർക്ക് അങ്ങനെ ഒരു വേഷം ഇടേണ്ടി വന്നിട്ടില്ല. അത് അവരുടെ എബിലിറ്റി കൊണ്ട് തന്നെയാണ്. അങ്ങനെ എബിലിറ്റി ഇല്ലാത്തവരൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു സിൽക്ക് സ്മിത റേഞ്ചിലൊക്കെ ഉള്ള ഒരു നല്ല എബിലിറ്റി ഉണ്ടായിട്ട് പോലും അവർക്ക് അങ്ങനെ എക്സ്പോസ് ചെയ്ത് ഡ്രസ്സ് ഇടേണ്ടി വന്നു. അവരെക്കാൾ വൾഗറായിട്ട് ഇട്ടിട്ടും പെണ്ണുങ്ങൾക്ക് നടി എന്ന പേര് തന്നെയാണ് കിട്ടുന്നത്, അല്ലാതെ ഇതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്നാരാജനൊക്കെ സെൽഫ് ലവ് ഇല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നല്ല ഭംഗിയുള്ള ആളാണ്, കാണാൻ നല്ല ചന്തമുണ്ട്. എന്തിനാണ് ഈ വെച്ച് കെട്ടലുകളെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം ഈ ഒരു ഉർവശിക്കൊപ്പം നിന്ന ഒരു വീഡിയോയ്ക്കകത്ത് അത്യാവശ്യം മിനിമൈസ് ചെയ്ത് അവരുടെ ശരീരത്തിന് വലിയ തഴപ്പും മുഴപ്പും ഒന്നുമില്ല, കുഴപ്പമില്ലാത്ത അത്യാവശ്യം ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സ് തന്നെയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ പോലും കൊള്ളാം, കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അതേസമയം ഇപ്പം ഈ കാണുന്ന വേഷം നോക്കൂ, ഇതിങ്ങനെ ഒട്ടിച്ച് വെച്ചുകൊണ്ട് ഇവരെന്താണ് ഈ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പം അവർക്ക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടൊന്നും ആയിരിക്കത്തില്ല, അവരെ അത്യാവശ്യം കിട്ടുന്ന ഉത്കണ്ണങ്ങൾ കിട്ടുക, അതിൽ കൂടെ കുറച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളതാണ്. എന്നാലും എൻ്റെ കൊച്ചെ, ഒരുങ്ങി ഇറങ്ങി നീ ഇതുപോലുള്ള ഇറുകി പിടിച്ച ഡ്രസ്സും ഒക്കെ ഇട്ട് അത്യാവശ്യം നന്നായിട്ട് ഒട്ടി നിൽക്കുന്ന നിൻ്റെ ആ പൃഷ്ഠഭാഗം കൊണ്ടിട്ട് ആട്ടി ആണുങ്ങളെ കാണിക്കുമ്പോൾ നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. സ്ത്രീകൾക്ക് തന്നെ അപമാനമായ കുറേ പെണ്ണുങ്ങളാണ് ഇതുപോലെ സ്വന്തം ശരീരം ഒരു ചരക്കാക്കി വെച്ചിരിക്കുന്നത്. ഇതിനേക്കാൾ എത്രയോ ഭേദമാണെന്ന് പറയും ഈ റെഡ് സ്ട്രീറ്റിൽ മക്കൾക്ക് ആഹാരം കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തം ആഹാരത്തിന് വേണ്ടിയിട്ടോ ശരീരം വിറ്റ് ജീവിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിനേക്കാൾ വാല്യൂ ഉണ്ടെന്ന് ഞാൻ പറയും. ഇത് ശരീരം വിൽപ്പന തന്നെയാണ്. സ്വന്തം ശരീരം അത്യാവശ്യം തിന്ന് കൊഴുത്ത് അല്ലെങ്കിൽ സ്റ്റിറോയിഡ് കുത്തിവെച്ചോ മറ്റോ തഴപ്പും മുഴപ്പും കാണിച്ച് നാട്ടുകാർക്ക് കാട്ടിക്കൊടുത്ത് അതിൽ നിന്നൊരു വരുമാനം. പിന്നെ ഇതിൻ്റെ പിറകെ നാക്കും തൊങ്ങിയിട്ടുകൊണ്ട് പോകുന്ന ആണുങ്ങളോട് പറയാനുള്ളതാണ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. ഒരു ഹെൽത്തി ബോഡി ഒരിക്കലും ഇങ്ങനെ ആകത്തില്ല. നല്ല അസുഖങ്ങളുള്ള അത്യാവശ്യം ഇതുള്ള ഡേർട്ടുള്ള ഒരു ശരീരത്തിലാണ് ഇങ്ങനെ തടി വരുന്നത്. അത് മനസ്സിലാക്കുക. നമ്മളെ ഹെൽത്തി ആയിരിക്കുന്ന ഒരാൾക്കും ഇങ്ങനെ തടി വരത്തില്ല. ദുർമേധസ് എന്ന് പറയുന്നത് അതാണ്. അത് മുഴുക്ക വെറും നെയ്യാണ്, കൊഴുപ്പാണ്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിങ്ങനെ തൊങ്ങിപ്പിടിച്ചുകൊണ്ട് ഓടുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇറച്ചി തിന്നാൻ അത്ര ആഗ്രഹം കണ്ടിട്ടില്ല.
അത് മാത്രമല്ല ഇവൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത 1-2 പ്രോഗ്രാംസ് ഞാൻ കണ്ടിരുന്നു. അതിൻ്റെ വീഡിയോസൊക്കെ കുറേ ഭയങ്കര വൈറലൊക്കെ ആയതായിരുന്നു. എനിക്ക് അതിനകത്ത് ശ്രീനിവാസൻ്റെ മകൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എനിക്ക് ചെറുക്കനെ ഭയങ്കര ദേഷ്യമാണ്. ചില നേരത്തുള്ള കമൻ്റൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വെറുപ്പും പുച്ഛമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ആ ഒരു സ്പെസിഫിക് വീഡിയോയ്ക്കകത്ത് അവൻ ഇവളുടെ ഒരു ഭാഗവും നോക്കുന്നില്ല. അവളിങ്ങനെ ഡാൻസ് കളിക്കുമ്പം അവൻ ചിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു ജെന്യുവിൻ റിയാക്ഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇതിലൊക്കെ കണ്ടിട്ട് എന്ത് തോന്നാനാണ്, എന്ത് ആക്രാന്തം തോന്നാനാണെന്ന് മനസ്സിലാവുന്നില്ല. ഇത് 100% വെച്ച് കെട്ടാണ്. അന്നാരാജൻ പോകുന്നത് ഹണി റോസിന്റെ വഴിയാണ്. ഇനി ഇവളെയും ചുമന്നുകൊണ്ട് നടക്കുന്നവർ ഓർത്തുകൊള്ളുക, ബോച്ചയ്ക്ക് വന്ന അനുഭവം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബോച്ചയാണ് ചുമന്നുകൊണ്ട് നടന്ന് വീടും ബംഗ്ലാവും വലിയ ഫ്ലാറ്റും ഒക്കെ വാങ്ങിക്കാനുള്ള ഒരു പരിപാടി ആക്കി കൊടുത്തത് നമ്മുടെ ഹണി റോസിന്. അവസാനം അണ്ണാക്കിലടിച്ചു കൊടുത്ത് തിരിച്ച് അത് എടുക്കേണ്ടതാണ്. ഡുവലായിട്ടുള്ള സംസാരം എനിക്ക് ഇഷ്ടമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു പരിധിയിൽ കൂടുതൽ അയാളെ ആക്രമിക്കാൻ ഇട്ടുകൊടുത്തത് പിന്നെ ഹണി റോസ് തന്നെ. അവരെത്ര ക്യാരക്ടറിൽ അവർ ഓക്കെ ആണോ എന്ന് വെച്ചാൽ അല്ലേ എന്താണ് ക്യാരക്ടറിനെ മീൻസ് സ്വന്തം ശരീരഭാഗങ്ങൾ കുറച്ചുകൂടെ ഇറുക്കി വലിച്ചു കെട്ടി അതിനകത്ത് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് നാട്ടുകാരെടുത്ത് ഞാൻ എപ്പോൾ വേണോലും നിങ്ങളെ എങ്ങനെ വേണോലും എന്നെ എങ്ങനെ വേണോലും ആകാം എന്നുള്ള ഒരു മെസ്സേജ് കൊടുക്കുന്ന രീതിയിൽ ഡ്രസ് കോഡ് ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീയല്ലേ. അപ്പോൾ അവർക്ക് എന്ത് വാല്യൂ ആണുള്ളത്? ഇത് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വസ്ത്രം കൊണ്ട് ഇവരുദ്ദേശിക്കുന്നത് എന്താണ്? ഇത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ അതിപ്പം എക്സ്പോസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ അതൊക്കെ പോട്ടെ, ആ ശരീരത്തിൻ്റെ എല്ലാ അംഗലാവണ്യങ്ങളും കുറച്ചുകൂടെ വൾഗറായി പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇവർ എന്താണ് ആളുകളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പം നമ്മൾ ഒരു പുതിയ ഉടുപ്പൊക്കെ കിട്ടി അത്യാവശ്യം കുളിച്ച് നനച്ച് തലയിൽ പൂവൊക്കെ വെച്ച് അത്യാവശ്യം ഒരുങ്ങി വരും, കാണാൻ ചന്തമുള്ള വൃത്തിയായിട്ട് നടക്കുന്നു, അത് ആ ഒരു ഇതെന്ന് പറയാം. അങ്ങനെയല്ല, സ്ത്രീകൾ മിക്കവാറും എല്ലാവരും ഒരുങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. പക്ഷേ ഈ വസ്ത്രധാരണത്തെ നമ്മൾ മിനിമം കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ടാവത്തില്ലേ? ഇനി ഒരു ഫ്രോക്ക് ഇടുമെന്ന് തന്നെ വെക്കാം, അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്. ബട്ട് ദിസ് മച്ച് അതിങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് എക്സ്പോസ് ചെയ്ത് കാണിച്ച് ആണുങ്ങളുടെ മുമ്പിൽ വന്ന് കുനിഞ്ഞ് നിന്ന് അല്ലെങ്കിൽ ആ പൃഷ്ഠം ഇങ്ങനെ കറക്കി കളിച്ച് ഡാൻസ് ഒന്നും അറിയില്ല സ്ത്രീക്ക്. പലപ്പോഴും കണ്ടിട്ടുണ്ട് എന്ത് വൾഗറായിട്ടാണെന്ന് അറിയാൻ ഇവർ പെർഫോം ചെയ്യുന്നത്. ഇവർ വിചാരിക്കുന്നത് ഇവർക്ക് സമൂഹത്തിൽ ഭയങ്കര അക്സെപ്റ്റൻസ് ആണെന്നാണ്. പലയിടങ്ങളിൽ ഇതൊന്നും രണ്ടുമല്ല, ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തു വെച്ച് കണ്ടിട്ടുണ്ട്. മിക്കവാറും ഇടങ്ങളിൽ ഇവർ ഭയങ്കരമായിട്ട് ഇൻസൾട്ടഡ് ആക്കപ്പെടുന്നുണ്ട്. അതായത് നമ്മളിപ്പം ഒരു ഫംഗ്ഷൻ നടത്തുമ്പോൾ അവിടെ ക്രൗഡ് പുള്ള് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇവറ്റുകളെ വിളിക്കുന്നുണ്ടാവുക. അത്രയ്ക്കെങ്കിലും ബോധം വേണ്ടായോ? നമുക്കൊരു വ്യക്തിത്വമുണ്ട് എന്നുള്ളത്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അവളുടെ വ്യക്തിത്വത്തിനല്ലേ വാല്യൂ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, ഇതിനൊക്കെയല്ലേ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടേണ്ടത്. അല്ലാതെ നമ്മളുടെ ശരീരത്തിലുണ്ടായ കുറച്ച് ദുർമേധസ്സോ കുറച്ച് കൊഴുപ്പ് കൂടിയ ഭാഗങ്ങളെ എടുത്ത് വെച്ച് കുറച്ചുകൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ച് അത് കണ്ട് കുറേ എണ്ണം വെള്ളം ഇറക്കുന്നത് കണ്ടിട്ട് വേണം ഒരു സ്ത്രീക്ക് അഭിമാനിക്കാൻ. എനിക്കറിയില്ല, ഈ എക്സ്പോസ് ചെയ്തുകൊണ്ട് നടക്കുന്ന മിക്ക പെൺകുട്ടികളുടെ ഉള്ളിൽ എന്താണെന്ന് ഞാൻ വല്ലാത്തൊരു കൗതുകത്തോടെ ആലോചിച്ചിട്ടുണ്ട്. എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ കുറച്ച് കളർഫുള്ളായ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ നമുക്ക് ഒരു സന്തോഷം തോന്നും, ഒരു പുതിയ ഉടുപ്പൊക്കെ ഇടുമ്പോൾ നമുക്ക് സന്തോഷം തോന്നും. പക്ഷെ നമ്മളെ ആ രീതിയിലൊന്ന് നോക്കുകയോ ആ രീതിയിൽ നമ്മളിന്ന് ടച്ച് ചെയ്യുകയോ ചെയ്താൽ നമ്മൾ അന്നത്തെ ദിവസം നമുക്ക് പോയി കിട്ടും. അന്നത്തെ ദിവസം എന്നല്ല, കുറേ അധികം ദിവസത്തേക്ക് നമ്മൾ നോർമൽ ലൈഫിലേക്ക് വരാൻ നല്ല സമയമെടുക്കും. അത്രയ്ക്ക് നമുക്ക് വിഷമം വരും നമ്മൾ സെക്ഷൽ രീതിയിൽ ആരെങ്കിലും നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ. അത്രയേ ഉള്ളൂ. പക്ഷെ ഇത് അതായത് സാധാരണ ഒരു വസ്ത്രധാരണമല്ല ഇവരുദ്ദേശിക്കുന്നത്. ഇവർക്ക് ഈ രീതിയിൽ ഇതിങ്ങനെ തുറന്ന് കാണിച്ച് എനിക്ക് ഇത്ര ഉണ്ട്, എനിക്ക് ഇത്രയും ബാക്കും ഫ്രണ്ടും ഒക്കെ ഉണ്ടെന്ന്. ആക്ച്വലി ഈ 2 ഭാഗം എന്തിനാണ് അധികം ഉപയോഗിക്കുന്നത്? ആർക്കെങ്കിലും കണ്ടുകൊണ്ടിരിക്കാനാണോ? അപ്പോൾ അത് എന്തിനാണ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഞാൻ അതിനുള്ളൊരു മെറ്റീരിയലാണ് എന്നല്ലേ? അപ്പോൾ ഒരു ഓപ്പൺ ഫോറത്തിൽ ഇവർ ഇത് കാണിക്കുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താണ്? എനിക്ക് ഇത്രയും ഉണ്ട്, ഇത്രയും ആഗ്രഹിക്കുന്ന ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ വില്ലിങ് ആണ് എന്നല്ലേ? അപ്പോൾ ഈ അങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് വേണോ നിങ്ങൾക്ക് ഉദ്ഘാടനം നടത്താൻ? പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പണ്ടെന്നല്ല പൊതുവിൽ പറയുന്നതാണ്, നമ്മൾ കണി കാണുന്നത് ഇത്തരക്കാരെയാണെങ്കിൽ നല്ലതായിരിക്കും, ഈ അഭിസാരികളെ കണി കണ്ടാൽ നല്ലത്, അവരൊന്നാം തീയതി കയറിയാൽ നല്ലതെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതാണോ ഉദ്ദേശിക്കുന്നത്? അതാണെങ്കിൽ ഓക്കെ, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ഇതൊക്കെ ഭയങ്കര വൾഗാരിറ്റി ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളൊരു ഡ്രസ്സൊക്കെ ഇട്ട് അത്യാവശ്യം അണിഞ്ഞൊരുങ്ങിപ്പോയി ഒരു ഉദ്ഘാടനം നടത്തുന്നതിലൊന്നും ഒരു തെറ്റൊന്നുമില്ല, അതൊന്നും ഒരു കുഴപ്പമൊന്നും പറയത്തില്ല. പക്ഷേ സ്വന്തം ശരീരഭാഗം ഞാനൊരു മെറ്റീരിയലാണ് എന്ന് കാണിക്കുന്ന തരത്തിൽ, മറ്റുള്ളവർക്ക് കൊതി പിടിക്കുന്ന തരത്തിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എത്ര തന്നെ ആയാലും ഇതൊന്നും ഇതെന്താ പറയുന്ന അവൾ പറയുന്ന ലക്ഷ്മി പറഞ്ഞ കണക്ക് നോർമലൈസ് ചെയ്ത് അവതരിപ്പിക്കുമ്പോൾ ഇതൊക്കെ അംഗീകരിച്ചു കൊള്ളണമെന്ന് നമ്മളോട് നിർബന്ധം പിടിക്കുന്ന കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. സത്യത്തിൽ ഇതിനെതിരെയൊക്കെ പെണ്ണുങ്ങൾ തന്നെയാണ് റിയാക്ട് ചെയ്യേണ്ടത്. ആക്ച്വലി ആ ഒരു വീഡിയോയിൽ ലക്ഷ്മി പിന്നെ ഉർവശിയും ബാക്കിയുള്ള നടിമാരും ഒക്കെ അത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം മഞ്ജു വാര്യരെ നോക്കുക, അവളുടെ ശരീരത്തിൽ എന്ത് വണ്ണം എന്ത് സാധനം ഉണ്ടായിട്ടാണ് അവൾ ആളുകളെ റെസ്പെക്ട് ചെയ്യുന്നത്.
അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്തി ആയ ഒരു ബോഡി അങ്ങനെയല്ല ഉണ്ടാവുക. നമ്മളെ റെസ്പെക്ട് ചെയ്യേണ്ടത് നമ്മളുടെ ശരീരഭാഗത്തിന് തഴപ്പും മുഴപ്പും കണ്ടിട്ടല്ല. ദുർമേധസ് എന്ന് പറയുന്നത് ഒരു അസുഖമാണ്. ആ അത്തരത്തിലൊരു അസുഖം നമുക്ക് വരുന്നത് നമ്മളുടെ മടി കൊണ്ടാണ്. നമ്മൾ ആക്റ്റീവായിരുന്നാൽ നമുക്ക് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഹെൽത്ത് വേസ് ഒരു ഇതുമില്ലാത്ത ഒരു പ്രത്യേകതരം ജീർണതയെ, അതിനെയാണ് ആളുകൾക്ക് ആക്രാന്തത്തോടെ നോക്കുന്നത് എന്ന് കാണുമ്പോൾ സത്യം തന്നെ പുച്ഛമാണ് തോന്നുന്നത്. അറ്റ്ലീസ്റ്റ് പെണ്ണുങ്ങളല്ല, ആണുങ്ങളെങ്കിലും മനസ്സിലാക്കുക, ഇതൊക്കെ വെറും ചർവിയാണ്. ചർവി മീൻസ് കൊഴുപ്പാണോ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നത്? എന്താണ് അടിസ്ഥാനം? ഓരോരുത്തരും ഇതിൻ്റെ പിറകെ കിടന്ന് ഓടുന്നത് കാണുമ്പോൾ പുച്ഛം തോന്നും. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. വെച്ചുകെട്ടൊക്കെ ഇല്ലാതെ മനുഷ്യത്വപരമായി നല്ല രീതിയിൽ മഞ്ജു വാര്യർ തന്നെ നമുക്ക് മോഡൽ പറയാം. എന്ത് തടി ഉണ്ടായിട്ടാണ്, എന്ത് തഴപ്പും മുഴപ്പുമാണ് അവൾ കാണിക്കുന്നത്. പക്ഷെ അവൾക്ക് കിട്ടുന്ന റെസ്പെക്റ്റും, അതാണ് ഞാൻ പറഞ്ഞ, ഒരു വ്യക്തി എന്ന നിലയിൽ സക്സസ് ആയ ഒരുപാട് പെൺകുട്ടികളെ നമുക്കിവിടെ കാണിച്ചു തരാൻ പറ്റും. അവരാരും ശരീരത്തിൻ്റെ ഈ ഭാഗങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതേപോലുള്ള മേക്കപ്പുകൾ കൊണ്ടോ ഒന്നും സമൂഹത്തിലെത്തിയവരല്ല. അക്സെപ്റ്റൻസ് കിട്ടുക എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രവർത്തികളിൽ കൂടെയാണ്. സ്ത്രീയെ നമ്മൾ എപ്പോഴും കൺസേൺ ചെയ്യുന്നത് ദേവിയായിട്ടും അമ്മയായിട്ടും ഒക്കെ തന്നെയാണ്. അമ്മമാരിങ്ങനെ ആ മുലയും കുണ്ടിയും ഒക്കെ ഇറുക്കി പിടിച്ച് കെട്ടി നാട്ടുകാരെ കാണിച്ച് കൊതിപ്പിച്ച് വാടാ വന്നോടാ ചെയ്തോടാ എന്ന ഫോമിൽ നടക്കുന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കൂ. ചേഞ്ച് യുവർ സെൽഫ് അന്ന രാജ. ഫീലിംഗ് വെരി സാഡ് ഫോർ യു. ഇപ്പോഴല്ല, എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിനകത്ത് റിഗ്രഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടാകും. ഇതിനെ വിളിച്ച് കെട്ടി ഒരുക്കി കൊണ്ടുവന്ന് നിർത്തുന്നവർ ഓർത്തുകൊള്ളുക, നിങ്ങളും അവൾക്കൊപ്പം തന്നെ ഒരു മാമാപ്പണിയാണ് ചെയ്യുന്നത്. ഒരു അഭിസാരികയെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ ഒരു ഉദ്ഘാടനം നടത്തുമ്പോൾ നിങ്ങളൊരു മാമ തന്നെയാണ്. നിങ്ങളൊരു ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യാനും അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനും ഒക്കെ ഇത്തരക്കാരെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം, നിങ്ങൾ ഏത് തരത്തിലുള്ള കോംപ്രമൈസിനും തയ്യാറായവരാണ്. നിങ്ങളുടെ പ്രോഡക്റ്റ് വിറ്റഴിയാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഏത് സാധനത്തിനെയും കൊണ്ടുവന്ന് വിൽക്കാനും കൂട്ടിക്കൊടുക്കാനും നിങ്ങൾ തയ്യാറാണ് എന്നൊരു ധ്വനിയും കൂടെ അതിനകത്തുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.